അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനമായി 18,456 രൂപ പ്രഖ്യാപിച്ച് ഡൽഹിയിലെ BJP സർക്കാർ. ബിരുദമോ അതിൽ കൂടുതൽ യോഗ്യതയുള്ള തൊഴിലാളികൾക്ക് 24,356 രൂപ വേതനമായി നൽകണം. പുതിയ വേതന നിരക്ക് ഈ വർഷം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നതായും സർക്കാർ വ്യക്തമാക്കി. ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വേതന വർധനവിന് സർക്കാർ നിർദ്ദേശം നൽകിയത്. ഡൽഹിയിലെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരു തൊഴിലാളികൾക്കും കുറഞ്ഞത് 18,456 രൂപ നൽകണമെന്നാണ് നിർദ്ദേശം. സെമി സ്കിൽഡ് തൊഴിലാളികൾക്ക് 20,371 രൂപയും 10ാം ക്ലാസ് ജയിക്കാത്തവരായാലും അവർ വിദഗ്ധ തൊഴിലാളികളാണെങ്കിൽ 22,411 രൂപയും നൽകണം. ബിരുദമോ അതിനു മുകളിൽ യോഗ്യതയുള്ളതോ ആയ തൊഴിലാളികൾക്ക് പ്രതിമാസം 24,356 രൂപ നൽകണമെന്നാണ് പുതുതായി അധികാരമേറ്റ ഡൽഹിയിലെ BJP സർക്കാരിന്റെ നിർദ്ദേശം. മുൻപുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി സർക്കാർ നിശ്ചയിച്ച വേതനത്തെ അപേക്ഷിച്ച് പ്രതിമാസ ശമ്പളത്തിൽ വലിയ വർധനവ് വരുത്തിയത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. പുതിയ മിനിമം വേതന നിരക്ക് ലഭിക്കാത്ത തൊഴിലാളികൾ ജോയിന്റ് ലേബർ കമ്മീഷണറെയോ അതത് ജില്ലകളിലെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറെയോ ബന്ധപ്പെട്ട് പരാതി നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം പരാതികൾ ലഭിച്ചാൽ കർശന നടപടികളിലേക്ക് നീങ്ങാനാണ് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം.